നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ റെസ്പോൺസിനും കമൻസിനും ലൈക്സിനും ഒക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അത്ഭുതമായ ജേണലിങ്ങുമായിട്ടാണ്. എന്താണ് ജേണലിങ്? നമ്മൾ മനുഷ്യർക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, ലൈഫിൽ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എവിടുന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും എന്നൊരു വ്യക്തമായ പ്ലാനിങ്ങോ ഐഡിയാസോ ഇല്ല. പലതും നമ്മൾ ചിന്തിക്കും, പിന്നെ നമ്മളത് വിട്ടുകളയും, അല്ലേ? മെജോറിറ്റി ആളുകളും അങ്ങനെയല്ലേ? ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. ഇന്നലെയും ഇനി ഞാൻ ഒരാൾ കമൻറ്റ് ചെയ്തു, കൺസിസ്റ്റൻസി ഇല്ലാത്തതാണ് പ്രശ്നം. യെസ്, അതെ, കൺസിസ്റ്റൻസി ഇല്ലാത്തത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഒരു പരിഹാരം? ഞാനടക്കമുള്ളവർ മീൻസ് ഞാനും നിങ്ങൾ ഈ പറയുന്ന ടെക്നിക്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കതിനുള്ള റിസൾട്ടുകളൊക്കെ ലഭിക്കുന്നുണ്ട്. പല വിധത്തിൽ എൻ്റെ സക്സസ് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറിയൊരു എഫേർട്ട് എടുക്കണം, അല്ലാതെ നമുക്കൊന്നും ലഭിക്കില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഐഡിയാസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് 1 by 1 ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പം ഞാൻ സിതാര മോഹൻ, ഹിപ്നോട്ടിക് കൗൺസിലർ, ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്, സൈക്കോളജിക്കൽ റിസർച്ചർ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കും. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ജേണലിങ് കേട്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? ജേണലിങ് അതായത് ഒരു നോട്ട് പുസ്തകമോ ഡയറിയോ അല്ലെങ്കിൽ ജേണലിങ്ങിനായിട്ടുള്ള ബുക്സ് ഉണ്ട്. ഇപ്പം ഞാനൊക്കെ അതാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. നമുക്ക് കാര്യങ്ങൾ വിശാലമായി എഴുതാനും പ്ലാൻ ചെയ്യാനും ഒക്കെ നമുക്ക് ആ പുസ്തകം കണ്ടാലും തോന്നും. അത്തരത്തിലുള്ളത് വാങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ളത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലെഴുതാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രാവിലെ ഉറക്കമുണർന്ന പാടും ചെയ്യാം, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ചെയ്യാം. കാരണം എന്താണെന്ന് ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. രാവിലെ എഴുന്നേറ്റ പാടും അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന പുസ്തകം, എൻ്റെ ജേണലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പുസ്തകം ഈ ഒരു പുസ്തകമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു പുസ്തകമാണ് ഓക്കെ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓർഡർ ചെയ്തതാണ്. നിങ്ങൾക്ക് ജേണലിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പുസ്തകം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, എന്നും രാവിലെയോ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പോ ഒരു വർഷത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ 1 by 1 ആയി ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാനൊക്കെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാനിങ്ങനെ ഒരുപാടെണ്ണം എഴുതിയിട്ടുണ്ട്, കണ്ടോ? ഒരുപാടെണ്ണം എഴുതി എനിക്ക് അച്ചീവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ടിക്ക് ചെയ്ത് ഇങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ വരും ദിവസങ്ങളൊക്കെ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാം. അപ്പോൾ ഈ പുസ്തകം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു പുസ്തകം മേടിക്കുക, അല്ലെങ്കിൽ നോട്ട് പുസ്തകം ആയാലും മതി. ഇത് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് കാണുമ്പോൾ ഒക്കെ കണ്ടില്ലേ നിങ്ങൾ, നല്ല ഫ്ലവേഴ്സും നല്ല കവറിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ തോന്നും. ഓക്കെ, എന്തിനോടും ഒരു അട്രാക്ഷൻ തോന്നണം നമുക്കല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ഗവൺമെൻറ് ജോലി നേടുന്നു. എപ്പോഴും പ്രസൻറ്റ് ഫോമിൽ എഴുതണം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റിൽ എഴുതരുത്, ഫ്യൂച്ചറിലും എഴുതരുത്. അപ്പം ഒന്ന് നിങ്ങൾ എഴുതിയല്ലോ. അപ്പം നിങ്ങളിനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഗവൺമെൻറ് ജോലി നേടുന്നു എന്ന് എഴുതി. അപ്പോൾ ഒരു ഗവൺമെൻറ് അതിൻ്റെ താഴേക്ക് നിങ്ങൾ കുറച്ച് വിശാലമായിട്ട് എഴുതുക. ഒരു ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം?
ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്താലാണ് ഇതിലേക്ക് എത്താൻ സാധിക്കുക അതുമായി സംബന്ധിച്ച കുറച്ചുകൂടി വിശാലമായിട്ട് ഗവൺമെൻറ് ജോലി നേടുന്നു എന്ന് എഴുതിയതിന് ശേഷം അതിന് താഴെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. നിങ്ങളുടെ പ്ലാൻസുകൾ എഴുതുക. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ ആക്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ചെയ്യുക. ശേഷം അതിനെ ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. വിഷ്വലൈസേഷൻ്റെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വിഷ്വലൈസേഷൻ ചെയ്യുക പ്ലസ് എന്ത് ചെയ്യുക, ഇമോഷൻസ് കൊടുത്തുകൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്യുക. ഈ ഒരു ജേർണലിംഗ് കൂടെ ചെയ്യുക. ജേർണലിംഗ് നമ്മൾ ലൈഫ് ലോങ് നിർത്താനേ പാടില്ല. നമുക്ക് അച്ചീവ് ചെയ്യും, ഇപ്പോൾ 1 വർഷത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അച്ചീവ് ചെയ്തെങ്കിൽ അടുത്ത 1 വർഷം ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കാര്യങ്ങൾ ഇതുപോലെ എഴുതാം. അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ടിക്കിട്ട് പോവാം. പിന്നെ നിങ്ങളത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമായിരിക്കും, ഞാൻ ഇത്രയും കാര്യങ്ങൾ ഈ 1 വർഷത്തിനുള്ളിൽ നേടിയെടുത്തല്ലോ. അപ്പോൾ ഒരടുക്കും ചിട്ടയോടും കൂടി നമ്മളത് എഴുതുക. അധിക ദിവസങ്ങളിലും നമ്മളത് വായിക്കുക, എടുത്തിട്ട് എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് നമ്മൾ ബ്രെയിനിനെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആരോ പറഞ്ഞു കൺസിസ്റ്റൻസി ഇല്ല, ഇത് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി വരും. ഇപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഇത് വായിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി എന്താ ചെയ്യുന്നത്, എൻ്റെ മൈൻഡ് ഞാനിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടോ, ഞാൻ ഇതിനു വേണ്ടി എന്ത് പ്രവൃത്തി ഒരു ആക്ഷൻ ചെയ്യുന്നുണ്ടോ, ഞാൻ ഇതിനു വേണ്ടി പഠിക്കുന്നുണ്ടോ, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് നമ്മളോട് തന്നെ ഒരു ചിന്ത വരും. അപ്പോൾ അതിനാണ് ഈ ഒരു ജേർണലിങ് ചെയ്യാൻ പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ അടുത്ത വർഷത്തേക്കോ ഒന്നും വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, നാളെ തന്നെ തുടങ്ങിക്കോളൂ. നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകമാണെങ്കിൽ അത്, പഴയ ഡയറി ആണെങ്കിൽ അത്, ഇതെല്ലാം ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തെങ്കിലും ഒരു 5 ഡേയ്സ് കൊണ്ട് കിട്ടും, 5-6 ഡേയ്സ് കൊണ്ട് കിട്ടും എന്നാണ് അങ്ങനെയാണ് കിട്ടിയത്. ഇത് വാങ്ങാൻ താല്പര്യമുള്ളവരെ, ഇതൊരു പ്രൊമോഷനൊന്നുമല്ല ഈ പുസ്തകത്തിൻ്റെ, താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് പുസ്തകമോ ഡയറിയോ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ഡെയിലി റൊട്ടീനായി എടുക്കുക. നിങ്ങളിതിപ്പോൾ ഇന്നോ നാളെ നിങ്ങളൊരു അടുത്ത വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നേടേണ്ട, അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിനുള്ളിൽ നേടേണ്ട 5 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എഴുതി എന്ന് വെക്കുക. അതിനെക്കുറിച്ച് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെന്ന് വെക്കുക. നിങ്ങൾ ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റുകൂടി ഇതെടുത്ത് വായിച്ച് ഓരോ ആഗ്രഹവും വായിച്ച് നിങ്ങളെ പ്ലാൻസുകളും കാര്യങ്ങളും വായിച്ച് നിങ്ങളത് വിഷ്വലൈസ് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് കൺസിസ്റ്റൻസിയും വരും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എന്ത് ചെയ്യും, കൺസിസ്റ്റൻസി ആയിട്ട് വർക്കും ചെയ്യും. നിങ്ങൾ വളരെ ടഫാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും എന്ത് ചെയ്യും, നിങ്ങൾ അറിയാതെ സംഭവിക്കും. ഓർത്തോളൂ, നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഫീൽ ചെയ്യുന്നതും കാണുന്നതും നമ്മളെ 5 സെൻസിലൂടെ അനുഭവിച്ചറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നല്ലതായാലും ചീത്തയായാലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് കോപ്പി ചെയ്യുന്നുണ്ട്. സോ എന്തുകൊണ്ട് നല്ലത് മാത്രം കൊടുത്തുകൂടാ? കഴിഞ്ഞതിനെക്കുറിച്ചും വരുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ആദ്യം കയറി ടെൻഷൻ അടിച്ച് നെഗറ്റീവ് ഇമോഷൻസിലേക്ക് പോയി അതവിടെ നെഗറ്റീവ് ബാഡ് ഹോർമോൺ ക്രിയേറ്റ് ചെയ്ത് ആ ബാഡ് ഹോർമോൺ പലവിധ നമ്മുടെ ബോഡി പാർട്ടിലേക്ക് പോയി അവിടെ അടിഞ്ഞുകൂടി അത് രോഗങ്ങളായി വേദനകളായി ഒക്കെ മാറേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് ചെയ്താൽ പോരെ? കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അങ്ങനെയാകുമ്പോൾ നമ്മളൊക്കെ അങ്ങനെ ഇരിക്കണ്ടേ? പാസ്റ്റിനെ കുറിച്ചൊന്നും ഓർക്കണ്ട, അത് വേസ്റ്റാണ്. നമുക്കേ ഇത് ദോഷം ചെയ്യും, വേറെ ആർക്കും ചെയ്യില്ല. വേറെ ആരും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്കൊരു ലൈഫേ ഉള്ളൂ. നിങ്ങളാണ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ നന്നാവണോ മോശമാവണോ. നിങ്ങൾ നന്നായാൽ നിങ്ങൾക്ക് മാത്രമാണ് നല്ലത്. നിങ്ങൾ മോശമായാൽ ചിരിക്കാനും കൈകൊട്ടാനും ഒരുപാട് ആളുകളുണ്ടാവും, അല്ലേ? അപ്പോൾ ആരോടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രധാന കാര്യം നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ആരുമായി ഷെയർ ചെയ്യണ്ട. നെഗറ്റീവേ പറയൂ, അല്ലേ? നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരൊന്നും ചിന്തിച്ചിട്ട് കമൻറ്റ് ചെയ്യൂ. നെഗറ്റീവ് എത്ര പെർസെൻറ്റേജ് ആളുകൾ നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട്? നീ അത് ചെയ്യൂ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് പോസിറ്റീവ് പറയുന്നുണ്ട് ഉണ്ടോ? അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വേറെ ആരോടും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളോട് നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആവും. നിങ്ങളുടെ മൈൻഡ് നെഗറ്റീവ് തോട്ട് വരും. അതിനനുവദിക്കാനേ പാടില്ല. നെഗറ്റീവ് ചിന്ത വരുമ്പം ക്യാൻസൽ ചെയ്യുക, റിജക്ഷൻ മെത്തേഡ് കൊടുക്കുക.
പകരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് താങ്ക്സ് പറയുക. അപ്പോൾ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ സാവധാനം പോവും, പതുക്കെ പോവും. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കണം, അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 21 ഡേയ്സ് നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് കോഴ്സിൽ പങ്കെടുക്കൂ. നിങ്ങളുടെ ജീവിതം അടിമുടി മാറും, ഇതെൻ്റെ ഉറപ്പാണ്. ഞാൻ പറയുന്നത് പോലെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ, ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനിതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി.